വിഷ്ണുവേട്ട വിഷ്ണുവേട്ട അത് നമ്മുടെ സ്വന്തം മക്കളാ. അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം ഒരുമിച്ച് അനുഭവിക്കാൻ യോഗമില്ലാത്ത ഭാഗ്യരായ മക്കള്. അവർക്കെപ്പോഴും വിഷ്ണുവേട്ടൻ ഫ്രണ്ടും വിഷ്ണു അച്ഛനും ഒക്കെ. വിഷ്ണുവേട്ട ഇനി അങ്ങനെ തന്നെ ആവുകയും വേണം. ഇല്ലെങ്കിൽ തകരുന്നത് പലരുടെയും ജീവിതമാണ്. സത്യന്റെ മകളാണെന്ന് വിശ്വസിക്കാനായിരുന്നു എന്റെ മനസ്സിനെ ഞാൻ പഠിപ്പിച്ചിരുന്നു. പക്ഷെ എന്റെ പപ്പി താനെന്നെ എല്ലാ അർത്ഥത്തിലും തോപ്പിച്ച് കളഞ്ഞില്ലേടോ, തോപ്പിച്ച് കളഞ്ഞില്ല. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് ജീവിച്ച് നമ്മളിപ്പോ എവിടെയാണ് എത്തി നിൽക്കണം? മരണത്തിന് മുന്നിൽ എടി സ്വന്തം ജീവിതം തകർത്തരച്ച് മറ്റുള്ളവരുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ പോയപ്പോ നീ ഓർത്തില്ല ഇതുപോലെ മരണത്തെ മുഖാമുഖം കാണേണ്ടി വരുമെന്ന്. എന്നിട്ട് എന്ത് നേടി? എന്താ നേടിയേ? ആർക്കൊക്കെ വേണ്ടിയിട്ടാണോ നമ്മൾ നമ്മുടെ ജീവിതം ഇല്ലാണ്ടാക്കിയേ അവർക്കൊന്നും ഇപ്പൊ ജീവിതം ഇല്ല. അറിയോ, ശ്യാമയും രോഹിത്ത് ഒരിക്കലും ഒന്നിക്കാൻ പറ്റാത്ത വിധം അകന്നു കഴിഞ്ഞു. അവർക്കിടയിൽ പെട്ടുപോയി നമ്മുടെ മോളുടെ ജീവിതം. അവളെ തിരിച്ച് നമ്മുടെ അടുത്തേക്ക് എത്തിക്കണ്ട. അവിടെ ജീവിക്കേണ്ടത് രോഹിത്തിന്റെ ശ്യാമയുടെ മകളായിട്ടല്ല, ആണോ? എന്റെയും നിന്റെ മകളായിട്ടാ. ഈ വിഷ്ണുവിന്റെ ശാലിയുടെ മകളായിട്ടല്ലേ? ഇത്രയും പ്രശ്നങ്ങൾ നമുക്കിടയിൽ ഉണ്ടാക്കി വെച്ച് രക്ഷപ്പെടാൻ നോക്കിയ ഏത് ദൈവ അതിന് കൂട്ടു നിൽക്കുക? നമ്മുടെ പപ്പയെ കൊണ്ട് അമ്മയെന്നൊന്ന് വിളിപ്പിക്കണ്ടേ? അത് കേൾക്കാനുള്ള ആഗ്രഹം തനിക്കില്ലേ? ഇല്ലേ? ഇതെല്ലാം മറന്ന് മരിക്കാൻ ഒരുങ്ങിയെത്താൻ അതിന് കഴിയാതെ തിരിച്ചു വന്നെങ്കിലേ അറിഞ്ഞോ അറിയാതെയോ ഇതിന് പിന്നിൽ നമ്മുടെ മക്കളുടെ പ്രാർത്ഥനയാ. നമ്മുടെ മക്കളുടെ പ്രാർത്ഥന. നമ്മൾ ഒത്തുചേരണമെന്നും ഒന്നിച്ച് താമസിക്കണമെന്നുള്ള ഈശ്വരന്റെ ഉറച്ച തീരുമാനം, അതൊന്നുകൊണ്ട് മാത്രമാണ് നീ ഇപ്പൊ എന്റെ മുമ്പിൽ ജീവനോടെ നിൽക്കുന്നത്. കൃഷ്ണേട്ടാ, കൃഷ്ണേട്ടാ, എന്നോട് ക്ഷമിക്ക. പെട്ടെന്ന് വിഷ്ണുവേട്ടനെ അങ്ങനൊക്കെ കേട്ടപ്പോ ഞാൻ എന്നെ തന്നെ മറന്നുപോയി. നമ്മുടെ കുഞ്ഞുങ്ങളെ ഞാൻ അവരെ മറന്നുപോയി. മരിക്കണമെന്ന് വിചാരിച്ച് തന്നെ ഞാനിവിടെ വന്നത്.
പക്ഷെ മരണത്തിന് തൊട്ട് മുമ്പുള്ള ആ ഒരു നിമിഷം ഉണ്ടല്ലോ, അവിടെ ഞാൻ മനസ്സിലാക്കി. അപ്പൊ ഞാൻ മനസ്സിലാക്കി എനിക്ക് മരിക്കാനാവില്ല. എന്റെ വിഷ്ണുവേട്ടനെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും മനസ്സിന്ന് പറിച്ചുകളെ ഞാൻ ശ്രമിക്കുകയും ചെയ്തതാ. വിഷ്ണുവേട്ട, പക്ഷെ ഞാൻ മനസ്സിലാക്കി എന്നെ കൊണ്ട് ഇതിന് കഴിയില്ല വിഷ്ണുവേട്ട. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഞാൻ നിങ്ങളെയൊക്കെ എങ്ങനെയൊക്കെ മറക്കാൻ ശ്രമിക്കുന്നു, അതിന്റെ ഒരു 100 ഇരട്ടി ശക്തിയില്ല നിങ്ങൾ എന്റെ മനസ്സിലേക്ക് തിരികെ വരുന്നത്. എന്തെല്ലാം പ്രതിബന്ധങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടായിരുന്നപ്പോഴും ഞാൻ അതിനെല്ലാം നേരിട്ടിട്ടുണ്ട്. കാരണം അതെല്ലാം തരണം ചെയ്യുന്നുള്ള എന്റെ ഒരു ആത്മവിശ്വാസം അത് തന്നെയായിരുന്നു എന്റെ ജീവവായു. വിഷ്ണുവേട്ടൻ അറിയാലോ, ഇല്ലായ്മയിൽ നിന്ന് ഞാൻ IAS എടുത്തത്. ആഗ്രഹിച്ചപ്പോ പലരും പറഞ്ഞു ചായക്കടക്കാരിക്ക് IAS ആവാൻ പറ്റുമെന്ന്. ആ പറഞ്ഞവർക്ക് മുന്നിൽ IAS ആയി വന്നു നിന്ന് കാണിച്ചു കൊടുത്തു. വിഷ്ണുവേട്ടൻ അറിയാലോ, ജനിപ്പിച്ച അച്ഛൻ പോലും ഉപേക്ഷിച്ചു പോയപ്പോ എല്ലാവരും മാറി നിന്നപ്പോ 8 പൊട്ടും തിരിയാത്ത 3 പെൺമക്കളെയും കൊണ്ട് കുടുംബത്തിന്റെ 2 അറ്റവും കൂട്ടിമുട്ടിക്കാനായി ചായക്കട നടത്തിയിരുന്ന ശാരദയുടെ മകള് എങ്ങനെ IAS കാര്യാവെന്ന് ചോദിച്ചവർക്കും പരിഹസിച്ചവർക്കും മുമ്പിൽ ജയിച്ച് കാണിക്കണമെന്നുള്ള ഒരു വാശിയായിരുന്നു. ആ വാശി ഉണ്ടായത് എന്റെ ഒരു ആത്മവിശ്വാസം കൊണ്ട് മാത്രം. പക്ഷെ ആ ഒരു ആത്മവിശ്വാസം അല്പം മുമ്പ് എന്നെ തോൽപ്പിച്ചു കളഞ്ഞത്. മരിക്കാനായി ഇറങ്ങിയത് എന്നെ വിഴുങ്ങാൻ വന്ന തെരയെ ഞാൻ മുഖാമുഖം കണ്ടതുവാ. പക്ഷെ അവിടെ എനിക്ക് തൊട്ട് മുമ്പ് മരണത്തിലേക്ക് അറിഞ്ഞുകൊണ്ട് എടുത്തു ചാടിയ ഒരു പെൺകുട്ടിയുടെ മരണവെപ്രാളം ഞാൻ ശരിക്കും എന്റെ കൺമുന്നിൽ കണ്ടു വിഷ്ണുവേട്ട. എന്റെ മുന്നിൽ കിടന്ന അവള് പെടഞ്ഞ് ശ്വാസം കിട്ടാതെ മരിച്ചത്. രക്ഷിക്കാനായി ശ്രമിച്ചപ്പോ തൊട്ടില്ലെന്ന മട്ടില് കടൽ തിരമാലകൾ എന്നിൽ നിന്നും ആ പെൺകുട്ടിയെ വലിച്ചോണ്ട് പോയത്. ആ പെൺകുട്ടിയുടെ പിടച്ചില് രക്ഷിക്കണേ എന്നുള്ള മുറവിളി ഇപ്പോഴും എന്റെ കൺമുന്നിലുണ്ട്. പ്രാണം പോകുമ്പോഴുള്ള നിലവിളിക്ക് മുന്നിൽ ഞാൻ എന്റെ പ്രശ്നങ്ങളും മറന്നു. ഒരിക്കലും ഒരാളും ദൈവം തന്ന ജീവൻ സ്വയം എടുക്കാൻ ശ്രമിക്കല്ലേ എന്നുള്ള പ്രാർത്ഥനയില്ല ഞാൻ അവിടുന്ന് കരയ്ക്ക് കയറിയത്. ഈശ്വരൻ എന്നെ തോൽപ്പിച്ച് തിരികെ കയറ്റിയത്. വിഷ്ണുവേട്ട, എന്നെ വെറുക്കരുത് വിഷ്ണുവേട്ട. എന്നെ ശാപവാക്കുകൾ കൊണ്ട് എന്നെ തളർത്തുകയും ചെയ്യരുത്. ഞാനാകെ തകർന്ന് നിൽക്കുക. പ്ലീസ്.
അറിയാവോ, ഒരല്പം മുമ്പ് വരെ എന്റെ ഹൃദയത്തിന്റെ പാതി നിലച്ച അവസ്ഥയിലായിരുന്നു ഞാൻ. ഇവിടെ ഈ സമയത്ത് തന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ ബാക്കിയുടെ നിലയ്ക്കായിരുന്നു. മരണം അത് പ്രതീക്ഷിച്ചോണ്ടാ ഞാനിപ്പോ ഇവിടേക്ക് വന്നേ. വിഷ്ണുട്ട, ചില വേദനകൾ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല വിഷ്ണുട്ട. അത് അത് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം. അതിപ്പോ അറിഞ്ഞു, നന്നായിട്ട് തന്നെ അറിഞ്ഞു. ഒരു അപേക്ഷ എനിക്കുള്ളൂ, ഇക്കാരണങ്ങളെ കൊണ്ട് എന്നോടുണ്ടായ സ്നേഹത്തിനും കരുതലിനും ഒരല്പം പോലും കുറവ് വരുത്തരുത് വിഷ്ണുട്ട. എനിക്കത് താങ്ങാൻ പറ്റില്ല. പ്ലീസ് പ്ലീസ്. താൻ ആഗ്രഹിക്കുന്ന പോലുള്ള സ്നേഹം ഞാൻ തനിക്ക് തരണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, തന്നെ സ്നേഹിക്കുന്ന പോലെ ഈ ലോകത്ത് ഒരാളെ ഞാൻ സ്നേഹിക്കുന്നില്ല. അത്രയ്ക്കിഷ്ടമാ. അത്രയ്ക്കിഷ്ടമാ. എനിക്ക് വാക്കുകൾ മാത്രം മതി. ഇനിയുള്ള ഏത് പരീക്ഷണവും അതിജീവിക്കാൻ എനിക്ക് വാക്കുകൾ മാത്രം മതി. വിഷ്ണുട്ടാ, ഇനി എനിക്കൊരു വാക്ക് തരണം. എന്നെ തനിച്ചാക്കില്ലെന്നും ഇനി എന്നെ ഒറ്റയ്ക്കാക്കില്ലെന്നും വാക്ക് തരണം. ഇനി മുതൽ ഞാനുണ്ട് കൂടെ. കൂട്ടായിട്ടും കുടുംബമായിട്ടും നമ്മൾ ഇനി ഒന്നിച്ച് താമസിക്കണം. മക്കളെ വളർത്തുന്നേ, അവർക്ക് വേണ്ടി സ്വപ്നങ്ങൾ കാണണം. ആ സ്വപ്നങ്ങൾക്കൊപ്പം നമുക്ക് ജീവിക്കണം. വിഷ്ണുട്ട, നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കും. നേരം പുലരുന്നത് വരെ ഇങ്ങനെ ഇരിക്കും. ഇതേ നമ്മുടെ രണ്ടുപേരുടെയും പുനർജന്മമാണ്. ഞാൻ ഇവിടെ വരുമ്പോ ഈ കടലിനേക്കാൾ ഭയാനകമായിരുന്നു എന്റെ മനസ്സ്. ആ മനസ്സിപ്പോ ശാന്തമാണ്. അതുപോലെ ശാന്തമാകണം ഈ കടലും. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് പോവും.
ആഹാ, ഇവിടെ വന്നിരിക്കുകയാണോ? ഞാൻ അവിടെയൊക്കെ നോക്കി. അമ്മ വന്നില്ലല്ലോ ശാരദാമ്മേ, ഞാൻ നോക്കിയിരിക്കായിരുന്നു. ഇന്നലെ എന്തെങ്കിലും കാര്യമായിട്ടുള്ള ജോലി തിരക്കുണ്ടായിട്ടുണ്ടാവും മോളെ. ഇല്ലെങ്കിൽ ഇങ്ങനെ വൈകുന്ന ആളല്ലല്ലോ. എന്നാലൊന്ന് വിളിക്കെങ്കിലും ചെയ്തൂടെ ശാരദാമ്മേ? സമയം കിട്ടി കാണൂല മോളെ. അതെ, മോളുടെ അമ്മ ഒരു ജില്ല മൊത്തം നോക്കുന്ന ആളാ. ഉത്തരവാദിത്തങ്ങൾ ഒരുപാടുണ്ട്. അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ പെട്ടുപോയതാവും. പിന്നെ ഒന്നിനും സമയം കിട്ടി കാണൂല. അല്ലെങ്കിൽ വിളിക്കെങ്കിലും ചെയ്യും. അമ്മ ഇപ്പൊ വരും. മോളി പാല് കുടിക്ക്. വേണ്ട, എന്നാലും ഇത്രയും സമയമായിട്ടൊന്ന് ഫോൺ ചെയ്തു പോലും ഇല്ലല്ലോ. ഇല്ലെങ്കിൽ എത്ര വട്ടം വിളിക്കും? കഴിച്ചോ, പഠിച്ചോ, ഉറങ്ങിയോ? ഇതൊന്നും ഉണ്ടായില്ലല്ലോ. എന്നോടമ്മയ്ക്ക് സ്നേഹമില്ല, അതാ അമ്മ ഇങ്ങനെ. അങ്ങനൊന്നും പറയല്ലേ മോളെ. മോൾക്ക് വേണ്ടിയല്ലേ അമ്മയെ കഷ്ടപ്പെടുന്നതൊക്കെ. ഇതിപ്പോ ഫോണിന്റെ ചാർജ് പോയതാണെങ്കിലോ അപ്പൊ വിളിക്കാൻ പറ്റൂലല്ലോ. അതിനിപ്പോ മോള് പാല് കുടിക്കാതിരുന്നിട്ട് എന്താ കാര്യം? അമ്മ ഇപ്പൊ വരും, മോളിത് കുടിച്ചേ. ദേ, ശാരദാമ്മയ്ക്ക് വിഷമാവേ. വേണ്ട, എന്തായാലും ഇത്രയായില്ല, ഇനി അമ്മ വന്നിട്ട് കുടിക്കാം. കൊച്ചു പറയുന്നതിലും കാര്യമുണ്ട്. ഒന്ന് വിളിക്കായിരുന്നു. ഇനി എത്ര തിരക്കാണെങ്കിലും എവിടെയാണെങ്കിലും മറ്റാരെങ്കിലും കൊണ്ടൊന്ന് വിളിപ്പിക്കാമല്ലോ. വെറുതെ വീട്ടിലിരിക്കുന്നവരെ ഇങ്ങനെ തീ തീറ്റിക്കുന്ന എന്തിനാ? സത്യമോളെ, അമ്മ വരുമ്പോഴേ ശരിക്ക് രണ്ടെണ്ണം പറഞ്ഞിട്ട് അകത്തോട്ട് കയറ്റിയാ മതി. ശാരദാമ്മ അത് കരുതിയിരിക്കുക. മോളി പാല് കുടിച്ചേ. ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. കുടിച്ചേ കുടിച്ചേ കുടിച്ചേ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? സത്യമോളെ, അമ്മേക്കാൾ വലിയ വാശിയാ മോക്ക്. പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ഈ പെണ്ണത് എവിടെ പോയി? ഇങ്ങനെയുണ്ടോ ഒരു ജോലി? എന്ത് പണിയാ മോളെ നീ കാണിച്ചേ? വരില്ലെങ്കിൽ ഒന്ന് വിളിച്ചു പറയാൻ പാടില്ലായിരുന്നോ? രാത്രിയിൽ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. സത്യാണെങ്കിൽ നിന്നെ കാണാഞ്ഞിട്ടുള്ള വാശിയും. ജോലി തിരക്കൊണ്ടായിരിക്കും, സമ്മതിച്ചു. പക്ഷെ ഒന്ന് അറിയിക്കുന്നോണ്ട് എന്താ മോളെ കുഴപ്പം? പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ വന്ന് പെട്ടു. അതിന്റെ ഒരു ഓട്ടത്തിലായിരുന്നു. വിഷ്ണുവേട്ടൻ വേണ്ടി വന്നു അവസാനം എന്നെ മടക്കിക്കൊണ്ടുവരാൻ. അതെന്തായാലും നന്നായി. ഇങ്ങനെയുള്ള രാത്രി ജോലികൾക്ക് വേണ്ടപ്പെട്ടവർ കൂടെ ഉള്ളത് നല്ലതാ.